കഴിഞ്ഞ വർഷം ഉരുള് വിട്ട ആളുകൾക്കൊന്നും സ്റ്റിൽ അവരുടെ ഷെൽട്ടർ റെഡി ആയിട്ടില്ല, അവരുടെ സാലറീസ് റെഡി ആയിട്ടില്ല, അവരുടെ ഇൻകം സോഴ്സ് റെഡി ആയിട്ടില്ല, അവർക്ക് ഇപ്പോഴും കോമ്പൻസേഷൻ പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റീസെന്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്, സിസ്റ്റം ഇപ്പോഴും ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പഴയ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട് പോയിട്ടുള്ള ഒരാൾ, ഇപ്പൊ അവിടെ മെയിൻ ആയിട്ട് ആളുകൾ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്താണ്, നമ്മൾ ഇന്ന ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ ഓഫീസർ ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്, പുള്ളി ഇത്ര കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ റെഡി ആവാത്തത് എന്നുള്ളത്. എക്സാക്ട്ലി ഇത് സെയിം ആണ്. കാരണം ഇവിടെ വീട് ഒലിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഓഫീസ് പോയി തെളിയിക്കേണ്ടി വരും, എന്റെ വീട് ഒലിച്ചു പോയിട്ടുണ്ട്, എന്റെ വീട് ഒലിച്ചു പോയി എന്നുള്ള കടലാസ് മറ്റേ വേറെ ആരോ സൈൻ ചെയ്തിട്ട് വേറെ ആരോ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കടലാസ് ഇവിടെ സബ്മിറ്റ് ചെയ്താലായിരിക്കും ഈ ഭാവത്തിന് അവിടുന്ന് പൈസ കിട്ടുക. ഇത്രക്കും അഡ്വാൻസ് ആയിട്ട് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, ആ പഴയ കടലാസ് കിട്ടേണ്ടി വരും. ചിലപ്പോൾ 947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇയാളുടെ വീട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കടലാസ് കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ആർക്കും ആവശ്യമില്ലാത്ത കുറെ രേഖകളും കുറെ ചെക്ക് ലിസ്റ്റുകളും ഇതിന്റെ ഉള്ളിൽ കടങ്ങി കിടക്കുന്നതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ലീഡ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് മാറ്റാൻ യാതൊരു താല്പര്യമില്ല. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് പാവം സിവിലിയൻസ് എന്ത് ചെയ്യാണ്, കഷ്ടപ്പെടാണ്. അപ്പൊ ഇങ്ങനെ ചുമ്മാ കോംപ്ലിക്കേഷൻസും ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം കുറച്ചും കൂടി ലിബറലി അല്ലെങ്കിൽ കൂടി ലോജിക്കലി ചിന്തിക്കുന്ന സിസ്റ്റമാണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനത്തെ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനാണ് പുതുതായിട്ടെങ്കിലും സർവീസിൽ വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്.